ശ്രീരാമനും സീതാദേവിയും തമ്മിലുള്ള ബന്ധമെന്തെന്ന് അനേകം ദൃഷ്ടാന്തങ്ങളിലൂടെ നാരദ മഹർഷി വിശദമാക്കുന്നു. നാരായണൻ ശ്രീരാമനും രമാദേവി സീതാദേവിയും, ശിവൻ ശ്രീരാമനും പാർവതീദേവി സീതാദേവിയും, ബ്രഹ്മാവ് ശ്രീരാമനും സരസ്വതി സീതാദേവിയും, ആദിത്യൻ ശ്രീരാമനും പ്രഭ സീതാദേവിയും, ചന്ദ്രൻ ശ്രീരാമനും രോഹിണി സീതാദേവിയും, ദേവേന്ദ്രൻ ശ്രീരാമനും ശചി സീതാദേവിയും, അഗ്നി ശ്രീരാമനും സ്വാഹ സീതാദേവിയും. ഈ രീതിയിൽ ദൃഷ്ടാന്തങ്ങൾ നീളുന്നു. പുരുഷനെ സംബന്ധിക്കുന്ന ശബ്ദാർത്ഥങ്ങൾ ഏതെല്ലാമാണോ അതെല്ലാം നീയാകുന്നു. അതുപോലെ സ്ത്രീയെ സംബന്ധിക്കുന്ന ചേതോ വിമോഹനമായതൊക്കെയും സീതാദേവിയുമാകുന്നു. നാരായണൻ രമാദേവി ജാനകി മാരാരിയും നീയുമാദേവി ജാനകി സാരസ സംഭവ നായതും നീതവ ഭാരതീ ദേവിയാകുന്നതും ജാനകി. ആദിത്യനല്ലോ ഭവാൻ പ്രഭാ ജാനകി ശീതകിരണൻ നീ രോഹിണി ജാനകി. ആദിതയാദീപൻ നീ ശചി ജാനകി ജാതവേദസ്സു നീ സ്വാഹാമഹീസുത അർക്കജന്നി ദണ്ഡ നീതിയും ജാനകി. രക്ഷോവരൻ ഭവാൻ താമസി ജാനകി. പുഷ്കരാക്ഷൻ ഭവാൻ ഭാർഗവി ജാനകി. ശക്രദൂതൻ നീ സദാഗതി ജാനകി. രാജരാജൻ ഭവാൻ സംബൽക്കരി സീത രാജരാജൻ നീ വസുന്ധര ജാനകി. രാജപ്രവര കുമാര രഘുപതി രാജീവലോചന രാമ ദയാനിധേ. രുദ്രനല്ലോ ഭവാൻ രുദ്രാണി ജാനകി. സ്വർദ്രുമം നീലദ രൂപിണി ജാനകി. വിസ്തരിച്ചെന്തിനേറെ പറഞ്ഞിടുന്നു സത്യപരാക്രമ സൽഗുണ വാരിതേ. യാതൊന്നു പുല്ലിംഗവാചകം വേദാന്തവിദ്യതൽ സർവവും ഏവം നീ. ചേതോ വിമോഹന സ്ത്രീലിംഗവാചകം യാതൊന്നതൊക്കവേ ജാനകി ദേവിയും. നിങ്ങളിരുവരും എന്നിയെ മറ്റൊന്നും എങ്ങുമേ കണ്ടില്ല കേൾപ്പാനും ഇല്ലല്ലോ. അങ്ങനെയുള്ളൊരു നിന്നെ തിരഞ്ഞറിഞ്ഞെങ്ങനെ സേവിച്ചു കൊള്ളൂ ജഗൽപദേ. മായയാമൂടി മറഞ്ഞിരിക്കുന്നോരു നീയല്ലോ നൂനം അവ്യാകൃതമായതും. പിന്നെയാതിങ്കൽ നിന്നുള്ളൂ മഹത്തത്വം എന്നതാതിങ്കൽ
നിന്നുണ്ടായി സൂത്രവും